ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കട്ടെ. ആദ്യമേ തന്നെ പറയുകയാണ്, എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. കുറേ പേരെങ്കിലും വീഡിയോസൊക്കെ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സന്തോഷമായി ഇരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ എന്താണ് നിങ്ങളുടെ കറണ്ട് മൂഡ്? നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കുന്നൊരു സന്ദർഭമാണോ, അതോ വളരെ സാഡായിട്ടിരിക്കുന്നൊരു അവസ്ഥയാണോ, അതോ ഇത് രണ്ടും കൂടിയിട്ടുള്ള മിക്സ്ഡായിട്ടുള്ളൊരു സ്റ്റേജാണോ? ഇനി അതുമല്ല, ഇനി എന്ത് എന്ന ചോദ്യചിഹ്നവുമായിട്ട് വിദൂരതയിലേക്ക് കണ്ണുനട്ട് ഇരിക്കുന്ന ആളുകളാണോ? എന്ത് തന്നെ ആയിക്കോട്ടെ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തെങ്കിലുമൊക്കെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കുറച്ചെങ്കിലും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും തന്നെക്കാളുപരി മറ്റുള്ളവരെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു യാതൊരുവിധ റീസണുമില്ലാതെ നമ്മളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളവരാവാം, വഞ്ചിക്കപ്പെട്ടിട്ടുള്ളവരാകാം. അതുപോലെ തന്നെ പലതരം രോഗങ്ങൾ, മക്കളെ കൊണ്ടുള്ള വിഷമങ്ങൾ, ചിലതരം ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ കടിച്ചു പിടിച്ച് വിഷമിക്കുന്നവർ, പലതരം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അങ്ങേയറ്റം പരാധീനതകൾ അനുഭവിക്കുന്നവർ, അങ്ങനെ നമുക്ക് ചുറ്റിനും എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങളാണല്ലേ. എന്ത് തന്നെയായാലും ഒന്ന് ഓർക്കുക, ലിവ് ഇൻ ദ മൊമെൻറ്റ്. അത് തന്നെ. ദരിദ്രനായി ജനിക്കുന്നത് നമ്മുടെ കുറ്റമല്ലല്ലോ, മറിച്ച് ദരിദ്രനായി തന്നെ മരിക്കുന്നത് നമ്മുടെ തെറ്റ് തന്നെയാണ്. നമുക്ക് നമ്മുടെ ഡെസ്റ്റിനി തീർച്ചയായും മാറ്റാൻ സാധിക്കും. കൂടെയുള്ളവർ തരം താഴ്ത്തിയും കുറ്റപ്പെടുത്തിയും നമ്മളെ അങ്ങേയറ്റം അയോഗ്യരാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, അത് നമ്മളുടെ തെറ്റുകൊണ്ടാണോ? ഒരിക്കലുമല്ല. നമ്മൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ല, മറിച്ച് അത് അവരുടെ തെറ്റാണ്. നമ്മളെ അംഗീകരിക്കാതിരിക്കുകയും നമ്മളെ ചവിട്ടി താഴ്ത്തുകയും ചെയ്യുമ്പോൾ അതൊക്കെ കേട്ട് കരഞ്ഞും വിഷമിച്ചും സങ്കടപ്പെട്ടും ഇരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. അവനവനിൽ തന്നെ വിശ്വസിക്കുക. നമ്മളെക്കൊണ്ട് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. ചിലർ പറയാറുണ്ട്, എന്താ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ? എത്ര നന്മ ചെയ്തിട്ടും തടസ്സങ്ങളും ദുഃഖങ്ങളും മാത്രമാണല്ലോ. ഒരിക്കലുമല്ല. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം തന്നെ ഒരു വലിയ കനൽ വഴി താണ്ടി വന്നത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഒരേ പാതയിൽ കൂടെ അല്ലെങ്കിൽ ഒരേ ബസ് റൂട്ട് തന്നെ സ്ഥിരം ശീലിച്ചു പോയാൽ നമുക്ക് പ്രത്യേകിച്ച് ലൈഫ് എക്സ്പീരിയൻസ് എന്താണ് ഉണ്ടാകുക? ഒരേ കാഴ്ചകൾ തന്നെയല്ലേ ഉണ്ടാകുകയുള്ളൂ. മറിച്ച് അതിൻ്റെ റൂട്ടൊന്ന് മാറ്റുകയോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കുകയോ ചെയ്താൽ പലതരം ആളുകളെ കണ്ടുമുട്ടാനും പലതരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കാനും സാധിക്കും. അത് തന്നെയാണ് ഇപ്പോഴുള്ള, അതായത് പ്രത്യേകിച്ചും ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ഒരു മാറ്റം വരുമെന്നോ അല്ലെങ്കിൽ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്നോ, ഞങ്ങളെ ഈ ഒരു അന്ധകാരത്തിൻ്റെ പടുകുഴിയിൽ നിന്നും ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്നോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മടയത്തരം തന്നെയാണ് കേട്ടോ. അങ്ങനെ ആരും വരില്ല. മറിച്ച് നമ്മൾ തന്നെ ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവും. അതിനി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ആ സിറ്റുവേഷൻസ് തീർച്ചയായും മാറ്റാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്ത് വിഷമമാണെങ്കിലും നമുക്കൊരു ചേഞ്ച് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ആ സ്ഥിരം ആ ഒരു കണ്ടീഷനിൽ തന്നെ പിന്തുടർന്ന് പോവുകയാണെങ്കിൽ നമുക്കൊരു മാറ്റവും വരികയില്ല. മറിച്ച് ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾക്ക് റിസ്ക് എടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തയ്യാറാകുക തന്നെ വേണം. അത് മറ്റുള്ളവനെ നശിപ്പിച്ചുകൊണ്ടോ മറ്റുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ടോ ആകരുത്. മറിച്ച് നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾക്ക് ഇത്രയെങ്കിലും നമ്മുടെ ജീവിതത്തിന് വേണ്ടി ചെയ്യണ്ടേ? നമ്മൾ എത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ബലിയാടായി കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ ഇനിയും കുറച്ച് നാളെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ. അപ്പോൾ തീർച്ചയായും ഈ യൂണിവേഴ്സ് തന്നെ നമുക്കൊരു വലിയൊരു സൗഭാഗ്യങ്ങളുടെ ലോകം തുറന്നിട്ടിരിക്കുന്നതായി നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ മറക്കണ്ട, ജീവിതമെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ജീവിതത്തെ ആസ്വദിക്കുക. ഓരോ മൊമെൻറ്റുകളും, അതിപ്പോൾ വലിയ ആർഭാട ജീവിതമോ അല്ലെങ്കിൽ പോഷ് കാറുകളോ വലിയ സ്ഥാനമാനങ്ങളോ ജോലിയോ അന്തസ്സോ പത്രാസോ ഒന്നുമല്ല. നേരെ മറിച്ച് നമ്മളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. ചിലപ്പോൾ നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു മുട്ടായി കിട്ടിയതാവാം, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ വന്ന് നമ്മളോട് എന്തെങ്കിലും സ്നേഹത്തോടെ സംസാരിച്ചതാവാം.
അല്ലെങ്കിൽ നമ്മൾക്ക് എവിടെന്നെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു വിളിയാകാം, ഒരു മെസ്സേജാകാം, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ തീർച്ചയായും പരിശ്രമിക്കണം. നമ്മളെപ്പോഴും ഇല്ലായ്മയിലേക്കാണ് നമ്മളുടെ ശ്രദ്ധകൾ. എനിക്കതില്ല, എനിക്കതില്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് സ്വത്തില്ല, എനിക്ക് ജോലിയില്ല, രണ്ടുപേരുടെ മുന്നിൽ എനിക്ക് പറയാൻ വേണ്ടി ഒരു ഡിഗ്രി ഇല്ല, അല്ലേ? അങ്ങനെയാണ് നമ്മുടെ പരാധീനതകൾ നീണ്ടു പോവുകയാണല്ലോ. മറിച്ച് നമ്മളിലേക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഈ യൂണിവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ചുറ്റിനും ഒന്ന് കണ്ണോടിച്ച് നോക്കൂ. എത്ര കൊലപാതകങ്ങൾ, എത്ര വളരെ നിഷ്ഠൂരമായ സംഭവങ്ങളാണ് നമുക്ക് ചുറ്റിനും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർക്കുക, നമ്മൾക്ക് കിട്ടിയ ജീവിതം ചെറുതാണെങ്കിൽ കൂടിയും അതിനെ സന്തോഷിക്കാനും അതുപോലെ തന്നെ ആസ്വദിക്കാനും പഠിക്കൂ. ഓരോ നിമിഷവും സന്തോഷകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡൻസോ ഹീലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ കൂടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഒരു മടിയും കൂടാതെ വിളിച്ചോളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.